പെരുന്നാളിൻ്റെ അവധി ആഘോഷിക്കാൻ ഞങ്ങൾ നേരെ പോയത് അൽ ഷഹീദ് പാർക്കിലോട്ടാണ് കേട്ടോ. കുവൈറ്റ് സിറ്റിയിൽ തന്നെയുള്ള ഈ ഒരു പാർക്ക് കുവൈറ്റിലെ ലാർജസ്റ്റ് പബ്ലിക് പാർക്കാണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വെൽ മെയിൻറ്റെയിൻ. കുവൈറ്റിലൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു അൽ ഷഹീദ് പാർക്ക്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് എൻട്രി ഫീസൊന്നും ഇല്ല എന്നുള്ളതാണ്. 2 ഫേസിലായിട്ട് വലിയൊരു ഏരിയയിലാണ് കേട്ടോ ഈ ഒരു പാർക്കുള്ളത്. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അതുമാത്രമല്ല എനിക്കിങ്ങനെ വീണ്ടും വീണ്ടും പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ അത് എവിടെ തിരിഞ്ഞാലും നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടുകളും. ഞങ്ങളിന്ന് മെയിനായിട്ട് അവിടെ പോയത് ഈദ് പ്രമാണിച്ച് അവിടെ ഫയർ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് കേട്ടോ. പകൽ വെളിച്ചത്തിൽ മാത്രമല്ല രാത്രിയിലൊന്നും അവിടെ അൽ ഷഹീദ് പാർക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. 6 മണിക്ക് അവിടെ ഒരു വാട്ടർ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ നേരെ ഫേസ് 2 കേട്ടോ. അവിടെ നമുക്ക് തന്നെ കുവൈറ്റ് ടവേഴ്സിൻ്റെയും ലിബറേഷൻ ടവറിൻ്റെ ഒക്കെ മിനിയേച്ചേഴ്സും കാണാൻ പറ്റും. അപ്പോഴേക്കതേ നമ്മുടെ വാട്ടർ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിന് മുന്നേ ഇവിടെ വന്ന് ഈ വാട്ടർ ഷോ കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ല വെതറുള്ള നല്ല കാറ്റുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫയർ വർക്ക്സ് തുടങ്ങി കേട്ടോ. 8 മണിയാണ് പറഞ്ഞിരുന്നെങ്കിലും തുടങ്ങിയപ്പോൾ 8:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഫയർ വർക്ക്സ് കാണുന്നത്. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവൻ മാത്രമല്ല ഞാനും കിച്ചു ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനത്തെ ഫയർ വർക്ക്സ് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് സാൽമിയിലുള്ള ഉടുപ്പി റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് 2 മസാല ദോശയും കോഫിയും എല്ലാം കഴിച്ച് അവരുടെ അങ്ങനെ റാപ്പ് ചെയ്തു.